ഹലോ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് കുറച്ചധികം അങ്ങട് ഡയറ്റൊക്കെ തെറ്റി തെറ്റി ഇപ്പൊ മുഖത്ത് നിറച്ച് കുരുവാ. കാരണം കുറച്ച് നാളായിട്ട് നിറയെ എന്താ മധുരവും അങ്ങനെ ഒരു കൺട്രോളും ഇല്ലാതെ എല്ലാം കഴിക്കുന്നുണ്ട്. അപ്പൊ ഞാന് ഇതിന് മുന്നേ ആണെങ്കിൽ എനിക്കൊരു ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഫേഷ്യല് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഗ്ലാം വേദയുടെ ഫേഷ്യലാണ് കേട്ടോ. അപ്പൊ ഇതില് 5 സ്റ്റെപ്പാണ് വരുന്നത്. നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ടൈപ്പ് ഒരു ഇതാണ്. അതില് ബോക്സില് നമുക്കെല്ലാം ബാക്കിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൽ തനിയെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും പാർലറിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരം പോകുന്ന ഒരു പാർലറിലോ എങ്ങനെയാണെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. അത് പറയാൻ കാരണം വേറൊന്നുമല്ല, ഇപ്പം ഞാൻ ഇത് വീട്ടിലാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ആന്റി ആക്നെ ഫേഷ്യൽ കിറ്റ് എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ ഞാൻ യൂഷ്വലി അത് വീട്ടിലാണ് ചെയ്യാറ്. ഇപ്പം എൻ്റെതൊരു 4-മത്തെ തവണയാണ് ഞാനിത് ചെയ്യുന്നത്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യം, കാരണം ആക്നെ ഉള്ളവർക്ക് ഈ കുരുക്കൾ ഇപ്പോൾ അത്യാവശ്യം പെയിൻ ഉള്ള ടൈപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തിൽ ആ കുരു ഹീലായി തുടങ്ങും. നമുക്ക് പതിയെ അത് പഴുത്ത് പൊട്ടുക അങ്ങനെയൊന്നും ചെയ്യാതെ അത് തന്നെ താന്ന് കരിഞ്ഞു പോണ പോലെ നമുക്ക് മനസ്സിലാവും. അപ്പം അത് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ഇപ്പൊ എൻ്റെ അമ്മ യൂസ് ചെയ്യുന്നത് ആന്റി ഏജിങ് ആന്റി ഏജിങ്ങിന്റെ ഒരു ഫേഷ്യൽ ഉണ്ട്. അപ്പൊ അമ്മ ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടി പ്രൊഫഷണലി ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ റിസൾട്ട് ഉണ്ടാവും. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ നമ്മൾ തനിയെ ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു റിസൾട്ടേ നമുക്ക് കിട്ടുള്ളൂ. എന്തായാലും റിസൾട്ടിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരില്ല. ഒരു മസാജ് ടെക്നിക്കൊക്കെ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ജസ്റ്റ് സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്യുക, വളരെ സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്യുക. ഭയങ്കര ശക്തമായിട്ടൊന്നും ഉരയ്ക്കരുത്, കാരണം നമ്മൾ ആ കുരുവിനെ ഇറിറ്റേറ്റ് ചെയ്യാനേ പാടില്ല. പിന്നെ വേറൊരു സംഭവം, ഐസ്. നമ്മളൊരു ബൗളിൽ ഇത് തുടങ്ങുമ്പോൾ തന്നെ ഐസ് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള നമ്മുടെ ഇതിൻ്റെ സ്റ്റെപ്സ് വെച്ചിട്ട് അതേപോലെ തന്നെ ചെയ്തേക്കണേ. അത്രയും മിനിറ്റ് ഒന്നും ഞാൻ മസാജ് മുഴുവൻ ചെയ്തിട്ടൊന്നുമില്ല. അത് മടി കാരണമാണ് കേട്ടോ. അതല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിലിപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ക്ലെൻസർ ആണ്. ഞാൻ ഓൾറെഡി ഫേസ് വാഷ് ചെയ്തിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ അകത്ത് ഫേഷ്യൽ ക്ലെൻസർ ഉണ്ട്. അപ്പോൾ ഒരു ഡബിൾ ക്ലെൻസിങ് കിട്ടുന്നത് വളരെ നല്ലതായിരിക്കും സ്കിന്നിന്. പിന്നെ ഇങ്ങനെ ഫംഗ്ഷനുകളോ അല്ലെങ്കിൽ അടുപ്പിച്ച് കുറച്ച് ഫംഗ്ഷനുകൾ, എനിക്ക് ഈസ്റ്റർ, പള്ളിപ്പെരുന്നാൾ, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ അടുപ്പിച്ച് അപ്പോൾ ക്ലെൻസിങ് ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇതിലെ ക്ലെൻസർ എടുത്തിട്ട് ഒരു 3 to 4 മിനിറ്റ്സ് നല്ലപോലെ സോഫ്റ്റായിട്ട് നമ്മുടെ മുഖത്ത് വളരെ സോഫ്റ്റായിട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. വളരെ സോഫ്റ്റായിട്ട് സർക്കുലർ മോഷനിൽ നെക്കിലും ഫേസിലും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലപോലെ അപ്ലൈ ചെയ്ത് നല്ലപോലെ മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ടോ, അല്ലെങ്കിൽ നമുക്ക് മുഖം കഴുകണമെങ്കിൽ കഴുകാം. നനഞ്ഞ തുണി കൊണ്ടോ മുഖം കഴുകണമെങ്കിൽ അങ്ങനെയോ ഇത് വൈപ്പ് ഓഫ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ്. സ്ക്രബാണെങ്കിലും ഇത് ഈ ഫുൾ ഫേഷ്യൽ നമ്മൾ ഫേസ് ആയതുകൊണ്ട് നമ്മൾ പതുക്കെ ചെയ്യാൻ പാടുള്ളൂ, വളരെ ജെന്റിലായിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒന്നാമത് ഇത് ആക്നെക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ കുരുവുള്ളവരൊക്കെ അല്ലാണ്ട് തന്നെ അറിയാലോ, വേദന എടുക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ചേ ചെയ്യുള്ളൂ. അല്ലാത്തവർക്കും ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് കുരുക്കളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എങ്കിൽ പോലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൻ്റെ ഏജിൻ്റെ ലിമിറ്റൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. 25 വയസ്സിന് മേലെയുള്ള എല്ലാവർക്കും എന്തായാലും ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസ് എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബാണ്. അത് ഇതേപോലെ തന്നെ 3 to 4 മിനിറ്റ്സ് നല്ലപോലെ സർക്കുലർ മോഷനിൽ ഫേസിലൊക്കെ നന്നായിട്ട് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രീമാണ്. ക്രീമും ഇതേപോലെ തന്നെ സർക്കുലർ മോഷനിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത് ക്രീമിന് പക്ഷേ കുറച്ച് ടൈം ലിമിറ്റ് കൂടുതലാണ്. അതൊരു 8 to 10 മിനിറ്റാണ് ക്രീമിൻ്റെ ഇത് വരുന്നത്. അപ്പം നല്ലപോലെ മസാജ് ചെയ്യാം. ഇപ്പോൾ ടെക്നിക്കോ കാര്യങ്ങളോ ഒന്നും അറിയില്ലെങ്കിൽ ജസ്റ്റ് വേറെ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് നോക്കി പഠിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് ജസ്റ്റ് സർക്കുലർ മോഷനിൽ എല്ലാ ഭാഗത്തും നല്ലപോലെ ചെയ്യുന്നതാണ്. എല്ലാം മേലോട്ട് പഠിച്ച് ചെയ്യുന്നതാണ്. താഴത്തേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, സ്കിൻ സാഗി ആയി പോവും ഫ്യൂച്ചറിൽ എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ അതുകൊണ്ട് മേലോട്ട് വെച്ചിട്ട് സർക്കുലർ മോഷനിൽ വട്ടത്തിൽ കൈകൊണ്ട് മെല്ലെ വളരെ സോഫ്റ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ.
അപ്പോൾ ക്രീം യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ 8 to 10 മിനിറ്റ്സ് ആണ്. പക്ഷെ ഇതിന്റെ ഒരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ, എന്താ പറയാ, ഫുൾ സ്കിന്നിലേക്ക് അബ്സോർബ് ആയി കഴിഞ്ഞിട്ട് മാത്രം എന്തെങ്കിലും എക്സസ് ഉണ്ടെങ്കിൽ തുടച്ച് കളയണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാം അബ്സോർബ് ആയി എന്ന് ഉറപ്പ് വരുത്തണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, ഇതിന്റെ ഇടയ്ക്കൊക്കെ നമ്മുടെ കൈ ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഐസിൽ കൈ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. പിന്നെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജെല്ലാണ്. ജെല്ല് നല്ല സുഖമായിട്ട് ഇടാനായിട്ട്, നല്ലൊരു ഫ്രഷ് വാട്ടർ ലൈക്ക് കൺസിസ്റ്റൻസിയാണ്, നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും മുഖത്തിടുമ്പോൾ തന്നെ. അപ്പൊ ജെല്ലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ, എന്താ പറയാ, വെറ്റ് ലൈക്ക്, നമ്മൾ വെള്ളത്തിൽ കട്ടിയുള്ള ഒരു വെള്ളം നല്ല തണുത്തത് മുഖത്ത് തേച്ചുകൊണ്ടിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അത് പിന്നെ നമുക്ക് മസാജ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ സർക്കുലർ മോഷനിൽ വളരെ സോഫ്റ്റ് ആയിട്ട് 4 to 5 മിനിറ്റ്സ് ആണ് ജെല്ലിന്റെ ടൈമിങ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 to 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് എല്ലാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നല്ലെങ്കിൽ നനഞ്ഞ ടവൽ കൊണ്ടിട്ട് തുടച്ച് കളയാം, ഇല്ലെങ്കിൽ മുഖത്തൊന്ന് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാക്ക് ആണ്. പാക്ക് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പൊ ഫേഷ്യൽ ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും. ഫൈനലായിട്ട് മാസ്ക് ഇടുന്നതിന്റെ, മുഖത്ത് മൊത്തമായിട്ട് ഇത് മാസ്ക് എടുത്തിട്ട് നല്ലപോലെ ഫേസിലും നെക്കിലും, കണ്ണിൽ തേക്കരുത്, കണ്ണിന്റെ ചുറ്റിനും ആവാത്ത രീതിയിൽ ഇട്ട് കൊടുക്കുക. ചുണ്ടത്തും തേക്കരുത് എന്നാണ് തോന്നുന്നത്, പക്ഷെ ഞാൻ ഇടുന്നുണ്ട് ഇതില്. അത് എന്ത്, അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നിങ്ങളാരും മുഖത്ത് ഇത് ലിപ്സിലിടണ്ട. അപ്പൊ ലിപ്സും കണ്ണും ഒഴികെ ബാക്കി എല്ലായിടത്തും നല്ലപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ എന്നിട്ട് ഇതിന്റെ ടൈം എന്ന് പറയുന്നത് 10 to 15 മിനിറ്റ്സ്. നമ്മൾ ഇത് മസാജ് ചെയ്യാനോ അങ്ങനെ ഒന്നും പാടില്ല, ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ കൈ കൊണ്ട് വേണമെങ്കിൽ കൈ കൊണ്ട് ചെയ്യാം, ബ്രഷ് കൊണ്ട് ചെയ്യുന്നെങ്കിൽ ബ്രഷ് കൊണ്ട് ചെയ്യാം. എന്നിട്ട് ഒരു 10 to 15 മിനിറ്റ് വരെ അത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഒരു സമയം കൊടുക്കണം. അപ്പൊ ഇത് നല്ലപോലെ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് നമുക്ക് മനസ്സിലാവും. അത് ഭയങ്കര ഡ്രൈ ആയത് ഉണങ്ങി പൊടിഞ്ഞ പോലെയൊന്നുമില്ല, പക്ഷെ ജസ്റ്റ് നമ്മുടെ ഇത് ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ 10 15 മിനിറ്റ് കഴിയുമ്പോൾ തൊട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ ഉണങ്ങി എന്ന് മനസ്സിലാവും. ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ 15 മിനിറ്റ് ഉള്ളൊരു സമയം എന്ന് പറയുന്നത് അലാറം വെച്ചിട്ട് കിടന്ന് കണ്ണടച്ച് കിടക്കുക, ഉറങ്ങിക്കളയരുത്. കണ്ണടച്ച് കിടക്കുക, എന്ന് റിലാക്സ് ചെയ്യുക ചെയ്താൽ അത്രയും നല്ലതാണ്. അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ സംഭവം നമ്മൾ കഴുകിക്കളയാം. കഴുകിക്കളയാനായിരിക്കും നല്ലത്. അപ്പം ഞാനിത് സാധാരണ ഇങ്ങനെ നമ്മുടെ ഇപ്പൊ എനിക്കൊരു മോളുണ്ട്. അപ്പൊ അത് കാരണം നമ്മുടെ ബിസി സ്കെഡ്യൂളിൽ ഓടി നടന്ന് ചെയ്യാൻ പറ്റണ ചെറിയൊരു അരമണിക്കൂറൊക്കെ ഉള്ളപ്പോൾ ചെയ്യുന്ന കുത്തിക്കയറ്റുന്ന ഒരു സംഭവമാണ് എൻ്റെ ഈ ഫേഷ്യൽ കെയർ ഒക്കെ. അപ്പോൾ കുളിക്കണതിന് മുമ്പായിട്ട് ഇത് ചെയ്ത ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഫേസിലും നെക്കിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വീഴും. പിന്നെ അല്ലേ നമ്മുടെ ജ്വല്ലറി ഒക്കെ ഊരണം, മുടിയൊക്കെ കെട്ടി വെക്കണം. അപ്പൊ കുളിക്കണേന് തൊട്ട് മുമ്പാകുമ്പോൾ ബാക്കി എക്സ്ട്രാ അവിടെ ഇവിടെയൊക്കെ ആവുന്നതോ അല്ലെ ചെവിയുടെ പരിസരത്ത് ആവുന്നതോ മുടിയിലേക്ക് ആവുന്നതോ ഒക്കെ നമുക്ക് പിന്നെ കുളിയിൽ കഴുകിക്കളയാം. പിന്നെ അപ്പൊ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഫേസും നെക്കും ഓൾറെഡി നല്ലപോലെ ഫേഷ്യൽ ചെയ്ത് വെച്ചേക്കണോണ്ട് ആ ഭാഗത്ത് അധികം വെള്ളം വീഴാത്ത രീതിയിൽ നമ്മൾ ബാക്കി കുളിയും കൂടി അങ്ങോട്ട് നടത്തുക. അപ്പൊ പിന്നെ അന്നത്തെ പരിപാടി ഫുൾ ആയിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരു സീറം വരുന്നുണ്ട്. അതാണ് സ്റ്റെപ്പ് 6 ആയിട്ട് അവർ എഴുതിയേക്കുന്നത്. അപ്പൊ ഗ്ലൈക്കോളിക് ആൻഡ് സാലിസിലിക് ആസിഡ് സീറം. അപ്പൊ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 2 3 ഡ്രോപ്സ് എടുത്തിട്ട് നമ്മൾ സാധാരണ റെഗുലർലി ഇപ്പൊ സീറംസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഓൾറെഡി അറിയാമല്ലോ, അതേപോലെ തന്നെ ഉപയോഗിക്കാം. അല്ലാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് 2 to 3 ഡ്രോപ്സ് നമ്മുടെ മുഖത്തും നെക്കിലും കൂടിയായിട്ട് എടുത്തിട്ട് ഇതേപോലെ തന്നെ സർക്കുലർ മോഷനിൽ ജസ്റ്റ് ആയിട്ട് ജെന്റിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞ് വെളിയിൽ പോകുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഒക്കെ ആയിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രം ഞാൻ അതിൻ്റെ പൊക്കത്ത് തേച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിത് വൈകിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങി എണീക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഓടി നടന്ന് വേർക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എപ്പോഴും ബെസ്റ്റ് ടൈം വന്നിട്ട് നമുക്ക് കുളിക്കുന്നതിന് ഒരു തൊട്ട് മുമ്പ് ഒരു 30 മിനിറ്റ്സ് ഫ്രീ കിട്ടുന്നുണ്ടെങ്കിൽ ആ സമയത്താണ് ഇവക്ക് ഫേഷ്യലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ കെയർ, നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് നമുക്ക് ഫേസിനോ കാര്യങ്ങൾക്കും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. അപ്പൊ യൂഷ്വലി ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ വല്ലാലത്തെ ഞാൻ അങ്ങനെ എന്താ പറയാ ഫേഷ്യലുകളൊക്കെ ചെയ്യൽ വളരെ കുറവാണ്. അപ്പൊ ഇൻ കേസ് ചെയ്താലും ഈ രാത്രി ടൈമിലായിരിക്കും ചെയ്യുക. കാരണം നമുക്ക് നല്ലൊരു റെസ്റ്റ് കിട്ടും ഇത് കഴിഞ്ഞുള്ള ഒരു ഉറക്കം വരുമ്പോൾ. അപ്പൊ ഒരു 6 to
പിന്നെ ഇത് കഴിഞ്ഞ് അധികം ഫോൺ യൂസ് ചെയ്ത് മുഖത്ത് ലൈറ്റ് അടിക്കാത്ത രീതിയിലും ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഉറങ്ങി എണീക്കുമ്പോൾ നമുക്കൊരു 8 മണിക്കൂറോളം ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടി നമ്മുടെ സ്കിന്നൊക്കെ നല്ലപോലെ നമ്മൾ ചെയ്തു കൊടുത്ത ആ ഒരു എന്താ പറയുക ബ്ലഡ് സർക്കുലേഷനും അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഒക്കെ വളരെ കൂടുതൽ നമ്മൾ ഓവർനൈറ്റ് അതൊന്ന് മുഖത്തിരിക്കുമ്പോഴായിരിക്കും കിട്ടുക. പിന്നെ അന്നത്തെ ദിവസം നമ്മൾ പിന്നെ വേറെ സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. ഇപ്പം ഈ രാത്രി ചെയ്ത് കിടക്കുന്നവരാണെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് മോർണിംഗ് എണീറ്റിട്ട് യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ പതിവ് പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് വന്നിട്ട് നമുക്ക് ക്ലെൻസിങ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് യൂഷ്വലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീന് അങ്ങനെയൊക്കെ ഇട്ട് പിന്നെ ഇതിൻ്റെ റിസൾട്ട് വന്നിട്ട് അപ്പം തന്നെ ഉണ്ടാവില്ല കേട്ടോ. ഇതിൻ്റെ റിസൾട്ട് എനിക്ക് യൂഷ്വലി തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്തെങ്കിലും ജസ്റ്റ് ഒരു ചെറിയൊരു മുഖത്ത് ബ്രൈറ്റ്നസ് ഒക്കെ വന്നെങ്കിലായി. കാരണം ഇത് നമ്മൾ ഫേസിന് ബ്രൈറ്റ്നസ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഫോക്കസ്. മെയിനായിട്ട് വന്നിട്ട് കുരുക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു നമ്മുടെ DIY നമ്മൾ ഗ്ലാം വേദയുടെ ഫേഷ്യൽ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എനിക്ക് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു 3-4 ദിവസമൊക്കെ ആയി തുടങ്ങുമ്പോൾ നമ്മുടെ ഈ കുരുക്കളിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങി. പയ്യെ കുരുക്കളൊക്കെ ജസ്റ്റ് ഒന്ന് കരിഞ്ഞ് ആ ഒരു അങ്ങനത്തെ ഒരു എഫക്റ്റ് പോലെ, അതായത് താന്ന് വരുന്നൊരു ഫീല് നമുക്ക് കിട്ടും. ഫീലല്ല, താന്ന് പോവും അങ്ങനെ. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഇത് ചെയ്തു വന്നിട്ട് കരിഞ്ഞില്ല അങ്ങനെയൊന്നും വിചാരിക്കരുത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ വാട്ടർ ഇൻടേക്ക്, നമ്മുടെ ഡയറ്റ് അങ്ങനെ എല്ലാം ഒന്ന് ശ്രദ്ധിക്കണം ആ സമയത്ത്. അതായത് ഇപ്പോൾ ഓയിലി ഫുഡ്, ഷുഗർ കൂടുതലുള്ളത്, അങ്ങനെ ഫാറ്റി ഫുഡ്. അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മളൊരു ഇതിന്റെ എന്താ പറയാ ഒരു ഫേഷ്യലിന് മാത്രമായിട്ട് നമ്മൾ എന്താ മൊത്തത്തിൽ അതിനെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ കാരണമാണ് മെയിനായിട്ട് നമുക്ക് കുരു വരുന്നത്. പിന്നെ ഹോർമോണിന്റെ വ്യത്യാസങ്ങൾ, സ്ത്രീകളാണെങ്കിൽ ഹോർമോണിന്റെ വ്യത്യാസങ്ങൾ, കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കൂടിയാണ് ഇങ്ങനത്തെ കുരുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈസ്റ്റർ മുതലുള്ള ഫുഡ് അടിയുടെയാണ് എനിക്ക് മെയിനായിട്ട് ഇത് വരാൻ കാരണം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു വീക്കെങ്കിലും ഒരു 4 ലിറ്ററോളം വെള്ളം കുടിക്കാനായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക ഷുഗർ കുറച്ച് കുറയ്ക്കാൻ, ഭയങ്കരമായിട്ട് കട്ട് ചെയ്ത് പട്ടിണി കിടക്കാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓയിലി ഫുഡുകൾ കുറയ്ക്കുക. പിന്നെ പിന്നെന്തായിരുന്നു, അപ്പോൾ ഈ വക കാര്യങ്ങൾ ഷുഗർ, ഓയിലി ഫുഡ്, വെള്ളം കുടിക്കൽ, ഇത് മൂന്നും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതും കൂടി ചെയ്യുവാണെങ്കിൽ ഫുള്ളി എഫക്റ്റ് കിട്ടും എന്തായാലും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ചെറിയ ഫേഷ്യൽ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആണെങ്കിൽ അതിന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസോ സജഷൻസോ വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഫേഷ്യൽ വിശേഷങ്ങൾ. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടുതലായിട്ട് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അതിനനുസരിച്ച് ഇടാം. നമ്മുടെ ഗ്ലാം വേദ എന്ന് പറയുന്ന ഇത് സ്പോൺസേർഡ് ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന്, അധികം ഞാനൊന്നും കണ്ടിട്ടില്ല ഇതിനെ പറ്റിയിട്ട് മീഡിയാസിലൊന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇതിൻ്റെ തന്നെ ആൻറ്റി ഏജിങ് ഫേസ് മാസ്ക്, പലതരം ഫേസ് മാസ്ക് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ആക്നെ അല്ല, നിങ്ങൾക്കൊരു ബ്രൈറ്റ്നസിൻ്റെ ആണെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് സെയിം സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു റിക്വയർമെൻറ്റിനുള്ള ഗ്ലാം വേദയുടെ എല്ലാം അഫോർഡബിൾ ആയിട്ട് വളരെ ചെറിയ ചെറിയ പാക്കറ്റ്സിലായിട്ട്, ഇപ്പോൾ 1 ടൈം യൂസിനാണെങ്കിൽ അങ്ങനെ, കുറച്ചുകൂടി വലുതാണെങ്കിൽ അങ്ങനെ, അങ്ങനെ എല്ലാം അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 170 റുപ്പീസാണ്. 40 ഗ്രാംസ് ആണ് മുഴുവനായിട്ടുള്ളത്. 40 ഗ്രാംസിൻ്റെ 5 സ്റ്റെപ്പ് ഫേഷ്യൽ പ്ലസ് സീറം, അങ്ങനെയാണ് ഇതിൻ്റെ കിട്ടിയേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു, ബൈ.